പാർട്ടീഷൻ നടത്താൻ വേണ്ടി വൈജ പോയ സമയത്താണ് അറിയുന്നത് സ്വത്തിൻ്റെ ഒരു ഷെയർ അലിയുടെ പേർക്ക് സ്വന്തം അച്ഛൻ എഴുതി വച്ചിരിക്കുകയാണ്. അത് കേട്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് വൈജ. ബാക്കി എല്ലാവർക്കും അതിൽ ന്യായമുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവർക്കത് വലിയൊരു ഷോക്കായിരുന്നില്ലെങ്കിലും കമലയ്ക്കും മുത്തശ്ശിക്കും വൈജയ്ക്കും അത് വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു കേട്ടോ. വൈജ ആകെപ്പാടെ ബോധം പോയൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ അവിടുന്ന് ആങ്ങളമാരും അമ്മയുമൊക്കെ ആയിട്ട് അടിയും വഴക്കൊക്കെ ഉണ്ടാക്കി അവൾ നേരെ അവളുടെ വീട്ടിലേക്ക്, അതായത് നെടുമ്പുരക്കിലേക്ക് വരികയാണ്. വന്ന് ഡോറിൽ ബെല്ലടിക്കുമ്പം വന്ന് തുറക്കുന്നത് കൃഷ്ണയായിരിക്കും. ആഹാ അമ്മ വന്നോ എന്ന് ചോദിക്കുമ്പം മാറി നിൽക്കടി അങ്ങോട്ട് എന്ന് പറയാണ്. ഈ അമ്മയ്ക്കിത് എന്താ വന്ന് കയറുന്നത്? ദേഷ്യമായിട്ടാണോ? വീട്ടിലേക്ക് പോയതല്ലേ, എന്താ ആങ്ങളമാരെ വഴക്കുണ്ടാക്കി ഇറക്കി വിട്ടോ? ദേ മര്യാദയ്ക്ക് സംസാരിച്ചോണം. ഇനി മേലനോട് ഇമ്മാതിരി തർക്കുത്തരം പറഞ്ഞാലേ അടിച്ചിൻ്റെ പല്ലിയാൻ താഴിടും എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്ത് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അലീന ബാലിനുള്ള ചായയുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ബബിതയുണ്ട്. ഈ സമയത്ത് അലീന ബാലിന് നേരെ ചായ നീട്ടുമ്പോഴേക്കും ഓടി വന്ന് വൈജ ആ ചായ തട്ടിത്തെറിപ്പിക്കുകയാണ്. ഇത് കണ്ട് ബബിതയും കൃഷ്ണമോളും അതുപോലെ അലീനയും ബാലേന്ദ്രനും എല്ലാം ഷോക്കായി നിൽക്കുകയാണ്. ഇവളുടെ ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട് ഡി എന്ന് അലറി വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ ബാലേന്ദ്രൻ. അപ്പോഴേക്കും അല്ല ചോദിക്കുകയാണ്, മേഡത്തിനെന്താ ഭ്രാന്തായോ? എന്തിനീ ചായ തട്ടിത്തെറിപ്പിച്ചത്? ഞാൻ എന്തെങ്കിലും മിണ്ടോ സംസാരിക്കോ എന്തെങ്കിലും ചെയ്തോ? വന്ന് കയറിയ പാടെ ഇങ്ങനെ ചെയ്യാൻ എന്താ കാരണം എന്ന് ചോദിക്കുകയാണ്. ബബിത ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എന്താ പറ്റിയത്? എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? കൃഷ്ണ പറയാണ്, അമ്മയ്ക്ക് വട്ട. വന്ന് കയറിയപ്പോൾ എന്നോട് തുള്ളിക്കൊണ്ടാ വന്നത്. എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല. അപ്പോഴേക്കും വൈജ പറയാണ്, അതെടി എനിക്ക് വട്ട തന്നെയാ എന്ന് പറയുമ്പോൾ പാർട്ടീഷൻ നടത്താൻ പോയിട്ട് ആങ്ങളമാരെന്താ ഒന്നും തന്നില്ലേ എന്ന് ബാലേന്ദ്രൻ കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്. ഈ സമയത്ത് ഇവളുടെ പുറകെ തന്നെ മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ മനു വീട്ടിലേക്ക് വന്ന് കയറാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ യാസി ക്രിയേഷനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തത് കണ്ടു നോക്കുകയാണെങ്കിൽ മനസ്സിലാവട്ടോ. അങ്ങനെ മനു വന്നിട്ട് ബാലേന്ദ്രനോട് പറയാണ്, അങ്കിളെ അത് വേറൊന്നുമല്ല, പാർട്ടീഷൻ നടത്താനായിട്ട് അച്ഛൻ്റെ പഴയ വക്കീലിനെ ഞങ്ങൾ വിളിച്ചു ചേർത്തിയത്. ഇവിടെ വന്നപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ഓൾറെഡി മുത്തശ്ശൻ ഒരു വിൽപത്രം തയ്യാറാക്കിയിട്ടുണ്ടെന്ന്. അത് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം പുതിയ വിൽപത്രം നമുക്ക് തയ്യാറാക്കാനാവില്ല. അതുകൊണ്ട് ആ വിൽപത്രം വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു. അതിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പം ബാലൻ ചോദിക്കുകയാണ്, എന്താടാ എന്ന് ചോദിക്കുന്നുണ്ട്. വൈജി അപ്പോഴേക്കും ദേഷ്യത്തിൽ അങ്ങോട്ടേക്ക് മാറി നിൽക്കായിരിക്കും. മാനി പറയാണ്, സ്വത്തിൻ്റെ വീടും ആ ഒരു തറവാട് വീടും ബാക്കിയെല്ലാം മുത്തശ്ശിയുടെ പേർക്കാണ്. മുത്തശ്ശിയുടെ കാലശേഷം അത് അച്ഛന്, പിന്നെ ഗംഗൻ വല്യച്ഛനും അതുപോലെ കൊച്ചച്ഛനും ഒക്കെ ആയിട്ടുള്ള ഷെയറുകളെല്ലാം അതിലെഴുതിയിട്ടുണ്ട്. വൈജിയായിരിക്കും അതിൽ കൃത്യ അളവിൽ ഷെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് തർക്കം എന്ന് പറയുമ്പം ഒരാൾക്ക് കൂടി അതിൽ ഷെയർ ഉണ്ട് എന്ന് പറയുമ്പം ആർക്കാണ് എന്ന് ചോദിക്കുകയാണ് കൃഷ്ണമോൾ. അത് വേറെ ആർക്കുമല്ല, അലീനയുടെ പേർക്കാണ് എന്ന് പറഞ്ഞു കേട്ട് ബബിതയും കൃഷ്ണയും ബാലേന്ദ്രനും അതുപോലെ അലീന സഹിതം ശരിക്കും ഞെട്ടാണ്. അലീന ചോദിക്കുകയാണ്, എൻ്റെ പേർക്കോ എന്ന്. അതെ, അലീനയുടെ പേർക്ക് ഒരു ഷെയർ മുത്തശ്ശൻ എഴുതി വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ബാലേന്ദ്രന് ചെറിയ സന്തോഷമാകുന്നുണ്ട്. കൃഷ്ണമോക്കും. ബബിത ചോദിക്കുകയാണ്, അതെങ്ങനെ ശരിയാവും? അലീന അച്ഛൻ്റെ മകളല്ലേ, മുത്തശ്ശനായിട്ട് അങ്ങനെ ബന്ധമൊന്നും ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടായിരിക്കും മുത്തശ്ശൻ അലീന ചേച്ചിയുടെ പേർക്ക് ആ സ്വത്തുക്കൾ എഴുതി വെച്ചത് എന്ന് ചോദിക്കുമ്പം മനു പറയാണ്, അതറിയില്ല, മുത്തശ്ശൻ എന്തെങ്കിലും മുന്നേ കൂട്ടി കണ്ടു കാണും, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് എന്ന് കള്ളം പറയാണ്. അപ്പോൾ ബാലൻ പറയാണ്, ഇപ്പം മനസ്സിലായി ഒരാളിവിടെ തിളച്ചു നിൽക്കുന്നതിന് കാരണം. സ്വന്തം അച്ഛൻ പോലും ഇങ്ങനെ തിരിയെന്ന് അവരാരും കരുതി കാണില്ലല്ലോ എന്നും പറഞ്ഞ് ഇമ്മാതിരി കോപ്രായൊന്നും ഇവിടെ നടക്കില്ല. അവൾ എനിക്ക് വേണ്ടി ഇട്ടുകൊണ്ടുവന്ന ചായ അത് തട്ടിത്തെറിപ്പിക്കാൻ നിനക്കെന്താ അവകാശമുള്ളത് എന്ന് പറയുമ്പോഴേക്കും വൈജ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അലീന അത് മോപ്പെടുത്ത് തുടയ്ക്കാനായിട്ട് വരുമ്പോഴേക്കും ബാലൻ പറയുന്നുണ്ട്, നീ അവിടെ ഇടാൻ നോക്ക്, അത് ആരാണ് തട്ടിത്തെറിപ്പിച്ചത് അവർ തന്നെ ശരിയാക്കിക്കോളും, അല്ലാതെ നീ അവർ അടിമപ്പണി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മനുവിനെ വിളിച്ചുകൊണ്ട് ബാലേന്ദ്രൻ പുറത്തേക്ക് പോവാണ്. നീ പറഞ്ഞത് സത്യമാണോടാ? അതേ അങ്കിളെ, രജിസ്റ്റർ ചെയ്തതാ. അതും മുത്തശ്ശൻ മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പേ.
അലീനനെ പോയി സ്നേഹനികേതത്തിൽ കൊണ്ടുവന്നല്ലോ. സ്വന്തം കൊച്ചുമകളാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷമുണ്ടല്ലോ, അപ്പോൾ പോയി വക്കീലിനെ കണ്ട് ഇതെല്ലാം തയ്യാറാക്കിയതാ. താൻ മരിച്ചു പോകുന്ന അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അലീനയ്ക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലോ, ഒരുപക്ഷെ അലീനാനും സത്യം അറിയാതെ പോയെങ്കിലോ എന്നൊക്കെ ഓർത്തായിരിക്കും മുത്തശ്ശൻ ഇങ്ങനെ ഒരു സൂത്രപ്പണി ഒപ്പിച്ചത്. എന്തായാലും വൈജയാനിക്ക് ആ താങ്ങാനായില്ല. അവിടെ വെച്ചു ഭയങ്കര ബഹളമായിരുന്നു. ഞങ്ങൾ ഓർത്തു അവിടെ ബോധം കെട്ട് വീഴുമെന്ന്. അലീനെ കൊല്ലാനുള്ള വാശിക്കാ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്ന് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇത് അവക്കുള്ള നല്ലൊരു അടിയായിരുന്നല്ലോ അല്ലേ എന്ന് പറയുമ്പം പിന്നെ അല്ലാണ്ട് സ്വത്തുക്കളുടെ ഒരു വിഹിതമല്ലേ അവക്ക് എഴുതി വെച്ചത്. സ്വന്തം മോളാണെന്നൊന്നും ആന്റിക്ക് അറിയില്ലല്ലോ. ഇപ്പോഴും ഭർത്താവിൻ്റെ അവിഹിത സന്തതിയാണെന്ന് കരുതി ഇരിക്കുകയല്ലേ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്. സ്വന്തം മോളെന്ന് പറഞ്ഞാൽ ഒന്നുകൂടി സന്തോഷമല്ലേ ആവുള്ളൂ എന്നിങ്ങനെ ബാലനും അവനും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണേ. വൈജി ഈ സമയം ആ തൂത്തുവാരിലെന്ന് കണിശം പറഞ്ഞുകൊണ്ട് തന്നെ മുറിലേക്ക് കയറിപ്പോയി വാതിലടയ്ക്കുന്നുണ്ട്. കൃഷ്ണയോടും ബബിതയോടും ഈ കാര്യം അച്ഛൻ അറിയണ്ട, അച്ഛൻ പറഞ്ഞ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ വേദന മുന്നേ തന്നെ അത് മൊത്തം തൂത്തുവാരി ക്ലീൻ ചെയ്ത് അവിടെല്ലാം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഇനി ഞാൻ കാണാം ബാലൻ വന്നിട്ട് ചെയ്തില്ലെന്ന് കണ്ട് വെറുതെ വിഷയം ഉണ്ടാക്കാൻ നോക്കിയിട്ട് അവൾ നേരത്തെ ചെയ്യാണ്. കൃഷ്ണയും ബബിതയും അതിന് സപ്പോർട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവൾ അടുക്കളയിലേക്ക് പോയിട്ട് വേറെ 2 ചായ ഇട്ടുകൊണ്ട് മനുവിനും അതുപോലെ ബാലനും കൊണ്ട് കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും ചായ കുടിക്കുകയാണ്. ബാലൻ ചോദിക്കുന്നുണ്ട്, ആഹാ രക്ഷപ്പെട്ടല്ലോ, ലോട്ടറി അടിച്ചല്ലോ എന്നൊക്കെ പറയുമ്പം എൻ്റെ പൊന്നച്ച, എനിക്കിതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. എനിക്കതിൻ്റെ ആഗ്രഹമില്ല. ഇത്രയും കാലം ഒന്നും ഇല്ലാത്തവളായിട്ട് അനാഥാലയത്തിൽ ഒരനാഥാലയത്തിലെ ജീവിച്ചത്. അതുപോലെ തന്നെ ജീവിക്കാനാ എനിക്കിനി ഇഷ്ടം. അമ്മയെ കാണാമെന്ന് ഒരാഗ്രഹം മൂത്ത് ഇങ്ങോട്ടേക്ക് വന്നതാ. അത് വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പം തോന്നുന്നുണ്ട്. ഞാൻ കാരണമല്ലേ ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത്? ഞാൻ കാരണമല്ലേ അച്ഛൻ സത്യങ്ങൾ അറിഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ബാലൻ പറയുന്നുണ്ട്, അത് നന്നായി. അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ അവളെ താങ്ങി പിടിച്ച് എൻ്റെ തലയെ കൊണ്ട് നടന്നേനെ. എന്നെ വഞ്ചിക്കുകയാണെന്നതിൽ മനസ്സിലാവാതെ ഈ ജന്മം ഞാനത് ജീവിച്ച് മരിച്ചു പോയേനെ എന്ന് പറയാണ്. മനു പറഞ്ഞിട്ടുണ്ട്, എന്തായാലും ഇത്രയൊക്കെ ആയില്ല അങ്കിളെ. ഇപ്പം 4 കുട്ടികളുണ്ട് നിങ്ങൾക്ക്. അത് അവർക്ക് വേണ്ടി അങ്കിളിന് ക്ഷമിച്ചൂടെ എന്ന് പറയുമ്പം ഞാൻ എങ്ങനെ ക്ഷമിക്കാനാടാ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നെ ഒരു കുടുംബം മുഴുവൻ ചതിക്കല്ലായിരുന്നോ കഴിഞ്ഞ 10-23 വർഷമായിട്ട്? ഞാനത് എങ്ങനെ സഹിക്കും? തെളിവ് സഹിതം എൻ്റെ മുമ്പിൽ നിൽക്കുകയല്ലേ ഇവള്. പിന്നെ ഞാൻ എങ്ങനെ മറക്കാനാവും? എൻ്റെ ഭാര്യ എന്നെ ചതിച്ചില്ലേ, അവരുടെ വീട്ടുകാർ ചതിച്ചില്ലേ? അതൊക്കെ ഓർക്കുമ്പം ഞാനൊരു മണ്ടനായിട്ട് ഇത്രയും കാലം ജീവിക്കുകയാണല്ലോ എന്നോർത്ത് എൻ്റെ മനസ്സതിനെ അനുവദിക്കുന്നില്ല. അങ്കിളെ ഞാൻ പറയട്ടെ, അലീനയ്ക്കാണ് ഏറ്റവും വിഷമം. അവൾ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതാണ് അവളുടെ മനസ്സിൽ. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്കിള് ഞാൻ പറഞ്ഞത് കേൾക്കണം. അങ്കിൾ എങ്ങനെയെങ്കിലും ഈ കുടുംബം ഒന്നുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്ക്. എങ്ങനെയെങ്കിലും 4 പേര്, നിങ്ങൾ 6 പേരും കൂടി സന്തോഷമായിട്ട് ജീവിക്ക്. അത് കണ്ടാൽ മതി എനിക്ക്. പിന്നെ കുറച്ച് കാലം കഴിയുമ്പം അലീനെ ഞാനങ്ങ് കൊണ്ടുപോയിക്കോളാം. എവിടെ കൊണ്ടുപോകാൻ? അല്ല, കല്യാണം കഴിച്ച് കൊല്ലപ്പള്ളിക്ക് കൊണ്ടുപോകണ്ടേ? അപ്പോഴേക്കും അലീനെ പറയാണ്, അയ്യടാ അത് സ്വന്തമായിട്ടങ്ങ് തീരുമാനിച്ചാൽ മതിയോ? പിന്നല്ലാതെ, നീ എൻ്റെ മുറപ്പെണ്ണല്ലേ, അതുകൊണ്ടേ ഞാനെല്ലാം തീരുമാനിച്ചു. നീ ഇനി എൻ്റെ വൈഫായിരിക്കും. അതിനി ആരെക്കൊണ്ടും മാറ്റാനാവില്ല എന്ന് പറയുമ്പം രണ്ടുപേരും ചിരിക്കുകയാണ്. ബാലൻ പറയുന്നുണ്ട്, ആ എന്തായാലും അലീനയ്ക്ക് പറ്റിയ ചെറുക്കൻ നീ തന്നെയാ. നിന്റെ നല്ല സ്വഭാവത്തിന് അലീനെ പോലെ പെൺകുട്ടിയും നിനക്ക് ആവശ്യമാണ്. രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതറാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈജി മുറിയിലേക്ക് കയറി ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരം സമയം ആവുന്നുണ്ട്. ബബിത പോയിട്ട് വൈജിയുടെ ഡോറിന് മുട്ടാണ്. അത് വലിച്ചു വന്നിട്ട് എന്താടി എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മേ കഴിക്കാൻ വാ, അച്ഛൻ എല്ലാവരും വിളിക്കുന്നുണ്ട് എന്ന് പറയുമ്പം ഞാനില്ല, അവളോട് ഇരിപ്പുണ്ടല്ലോ ആ മൂദേവി, അവൾ ഇരിക്കുന്നിടത്തേക്ക് ഞാൻ വരില്ല എന്ന് പറയുന്നുണ്ട്. അമ്മ പിന്നെ എത്ര നേരം പട്ടിണി കിടക്കാനാണ് ഉദ്ദേശം? എന്തായാലും അമ്മ ഇവിടെ നിന്ന് അങ്ങോട്ടും പോകാൻ പോണില്ല. ആ തീർച്ചപ്പെടുത്തിയ കാര്യമല്ലേ, പിന്നെ എന്തിനാ അമ്മയ്ക്ക് ഈ വാശി എന്ന് ചോദിക്കുകയാണ്. ഞാൻ അങ്ങനെ പോയില്ല എന്ന് തീർച്ചപ്പെടുത്തിയിട്ടില്ല. ഞാൻ പോകും ഉടനെ തന്നെ. ആ വാടകക്കാരനെ ഞാൻ 2 മാസം അഡ്വാൻസാണ് കൊടുത്തത്. അത് മാത്രമല്ല എല്ലാ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതാ. അതുകൊണ്ട് ഉടൻ തന്നെ ഞാൻ ഇവിടുന്ന് പോവും. എൻ്റെ ആങ്ങളമാരെങ്ങനെ എന്നെ എത്ര കാലം പൂട്ടി വെക്കുമെന്ന് എനിക്ക് അറിയണമല്ലോ. എനിക്ക് വേണ്ട അവളുടെ ആഹാരമൊന്നും എന്നും പറഞ്ഞുകൊണ്ട് കഥക് വലിച്ചടയ്ക്കാണ്. ബബിത വന്ന് കഴിക്കാനിരിക്കുമ്പം അലീന ചോദിക്കുന്നുണ്ട്,
ബബിതേ, നീ അമ്മയെ വിളിച്ചില്ലേ? ഞാൻ അമ്മയെ വിളിച്ചതാ. പക്ഷെ അമ്മയ്ക്ക് ആഹാരം വേണ്ടെന്നും പറഞ്ഞ് കതക് വലിച്ചടച്ചു. ഞാൻ പിന്നെ വിളിക്കാനൊന്നും പോയില്ല എന്ന് പറയുന്നുണ്ട്. അയ്യോ, മേഡത്തിന് ഗുളികയൊക്കെ കഴിക്കാനല്ല അല്ലേ ആഹാരം കഴിക്കാതിരുന്നാ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, ആ ഒരു ബോധം അവക്കുണ്ടല്ലോ, അവള് കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, അതുകൊണ്ടേ വേണമെങ്കിൽ വന്ന് ആഹാരം കഴിച്ചോളും. മരുന്ന് കഴിക്കാനുള്ളതാണെന്ന് അവക്കൊരു ബോധമൊക്കെ ഉണ്ടല്ലോ, നീ അതുകൊണ്ട് പിന്നാലെ നടന്ന് സൽക്കരിക്കാനും നിൽക്കണ്ട എന്ന് പറയാണ്. അങ്ങനെ ഞാനെങ്കിൽ രോഹിത്തിന് ഫുഡ് കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് അലീന തിരിഞ്ഞു നോക്കുമ്പം ആ കാഴ്ച കണ്ട് അലീന ഒരുപാട് സന്തോഷിച്ച് നിൽക്കുകയാണ്. രോഹിത് ആണെങ്കിലോ താഴേക്ക് പതിയെ പിടിച്ച് ഇറങ്ങി വരികയാണ്. അപ്പോഴേക്കും അലീന പോയി രോഹിത്തിനെ താങ്ങി പിടിക്കുന്നുണ്ട്. സാരയില്ല എന്ന് പറയാണ്. അങ്ങനെ കൃഷ്ണമ്മയുടെ അടുത്തേക്ക് രോഹി വന്നിരിക്കുന്നുണ്ട് കഴിക്കാനായിട്ട്. എടാ എടി, നോക്കി നിൽക്കാതെ അവന് വിളമ്പ് എന്ന് പറയുമ്പോഴേക്കും അലീന രോഹിക്ക് വിളമ്പി കൊടുക്കുകയാണ്. കൃഷ്ണ പറയുന്നുണ്ട്, എത്ര നാളായി ചേട്ടനോടിരുന്ന് ഇങ്ങനെ ആഹാരം കഴിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുന്നു. അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇവിടെ എല്ലാം തികഞ്ഞേനെ അല്ലേ അച്ഛാ എന്ന് പറയാണ്. എന്നിട്ട് കൃഷ്ണമോള് പറയുന്നുണ്ട്, ഞാനെങ്കിൽ പോയിട്ടെ അമ്മയെ ഒന്നുകൂടി വിളിച്ചു നോക്കാം, അമ്മ വന്നിരിക്കാൻ പറയാം എന്ന് പറയാണ്. വെറുതെ എന്തിനാ കൃഷ്ണേ നീ വഴക്ക് കേൾക്കുന്നേ? ഞാൻ വിളിച്ചിട്ട് വന്നതല്ലേ, ഒരു ഇതുമില്ല എന്ന് പറയുന്നുണ്ട്. കൃഷ്ണൻ ഞാൻ ഒന്നുകൂടി വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ നേരെ വൈദ്യര മുറിയിലേക്ക് ചെല്ലാണ്. വൈദ്യര മുറിയിലേക്ക് ചെന്നിട്ട് ആഹാരം കഴിക്കാൻ വാ അമ്മേ എന്ന് പറയുമ്പോഴേക്കും, ഒരുത്തിയെ ഞാനിപ്പോൾ ഓടിച്ചു വിട്ടതേ ഉള്ളൂ, നീ പിന്നെ എൻ്റെ പുറകെ വരികയാണോ? മര്യാദയ്ക്ക് പോടി, എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അമ്മ ആരുടെ വാശി? അമ്മയ്ക്ക് ഗുളി കഴിക്കേണ്ടതല്ലേ? ദേ അമ്മ അങ്ങോട്ട് നോക്കിയേ, രോഹിത്തേട്ടൻ എത്ര നാൾക്ക് ശേഷം ആ ടേബിളിൽ വന്ന് ആഹാരം കഴിക്കാനിരിക്കുന്നേ. അവിടെ അച്ഛനും അതുപോലെ രോഹിയേട്ടനും ഭവിതേച്ചിയും അലിന ചേച്ചിയും എല്ലാം ഉണ്ട്. അമ്മയും കൂടെ വന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി സന്തോഷമായിട്ട് ആഹാരം കഴിക്കാം എന്ന് പറയുമ്പോൾ അവളുടെ കൂടെ ഞാൻ വന്നിരിക്കണോടി എന്ന് ചോദിക്കുകയാണ്. അവളെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാ, എനിക്ക് ആഹാരം പോലും ഇറങ്ങില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ വന്ന് അവളുടെ മുന്നിൽ നിന്നുകൊണ്ട് കഴിക്കണമെന്നാണോ നീ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അമ്മേ, എല്ലാം മറക്കമ്മേ, അലിന ചേച്ചിയും ഞങ്ങളുടെ കൂടെപ്പിറപ്പല്ലേ, പിന്നെ എന്തിനാ ആ ചേച്ചിയുടെ ഇങ്ങനെ വൈരാഗ്യം കാണിക്കുന്നേ? അമ്മ അതൊക്കെ അങ്ങ് മറക്ക്, എന്നിട്ട് എല്ലാവരും കൂടി സന്തോഷമായിട്ട് ജീവിക്കാമേ എന്ന് പറയുമ്പം ഇറങ്ങി പോടി എന്ന് പറഞ്ഞുകൊണ്ട് വാതിൽ വലിച്ചടയ്ക്കുന്നുണ്ട്. കൃഷ്ണ വന്നിട്ട് പറയാണ്, ഒരു രക്ഷയില്ല ചേച്ചി, ഞാൻ നോക്കിയിട്ടെങ്കും അമ്മ വരുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും അലീന ഒരു പ്ലേറ്റിലേക്ക് ഫുഡെല്ലാം വിളമ്പുന്നുണ്ട്. ബാലൻ ചോദിക്കുകയാണ്, അല്ല ഇതാർക്കാ? അത് പിന്നെ മേഡത്തിനാ. ആഹാരം കഴിക്കാതിരുന്ന ഗുളിക കഴിക്കേണ്ടതല്ലേ അച്ഛാ? മേഡം വാശി കാണിച്ചിരിക്കട്ടെ, നമുക്കങ്ങനെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. നീ എന്താച്ചാ കാണിക്ക്, എനിക്കൊന്നും അറിയണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ ഫുഡുമായിട്ട് ഡോറിന് പോയി മുട്ടുകയാണ് അലീന. വൈകിച്ചപ്പോഴേക്കും കതക് വലിച്ച് തുറക്കുന്നുണ്ട്. നിന്നോടൊക്കെ അല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ട എന്ന്, പിന്നെ എന്തിനാടി ഓരോരുത്തരായിട്ടൊന്ന് കതക് മുട്ടുന്നേ എന്ന് ചോദിക്കുകയാണ്. മേഡത്തിന് ഗുളി കഴിക്കാനുള്ളതല്ലേ, ദയവ് ചെയ്ത് എന്നോടുള്ള വാശി ഈ ഭക്ഷണത്തിനോട് കാണിക്കരുതേ, ഒന്നെടുത്ത് കഴിക്കൂ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ പാത്രത്തിനിട്ട് വൈകിച്ച ഒറ്റ തട്ടായിരിക്കും കേട്ടോ, ചോറും കറികളും എല്ലാം തെറിച്ച് ഹാളിലേക്ക് വീഴുന്നുണ്ട്. അലീനാണെങ്കിൽ ഞെട്ട് നിൽക്കാണ്. രോഹിയും ബബിതയും അതുപോലെ കൃഷ്ണയും എല്ലാവരും ചാടി എഴുന്നേക്കുന്നുണ്ട് കേട്ടോ. പണ്ടിതുപോലെ നമ്മുടെ ബബിത ഒന്ന് ചെയ്തതാണല്ലോ ജ്യൂസ് ഒട്ടിക്കളഞ്ഞത്, പിന്നെ നമ്മുടെ രോഹിമോനും അതുപോലെ തന്നെ കാണിച്ചതല്ലേ. ഇപ്പം വേണ്ടേ അവർ അമ്മയും അതേ പാത തന്നെ പിന്തുടരാണ്. അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ദേഷ്യപ്പെട്ട് അലറി വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ബാലചന്ദ്രൻ. എടി എന്നും പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛ മാറി നിൽക്ക്, അച്ഛ വഴക്കുണ്ടാക്കാതെ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു മാറുന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് വാലെന്ന് ചെന്നിട്ട് വൈദ്യരെ കവള് തീർത്ത് ഒറ്റ അടി കൊടുക്കുകയാണ്. ആ ഒരു അടി ബബിതയും അതുപോലെ കൃഷ്ണയും രോഹിയോ അലീനയോ എന്തിന് വൈദ്യ പോലും പ്രതീക്ഷയില്ലാന്ന് കേട്ടോ. അങ്ങനെ ഒരു അടി കിട്ടുമെന്ന്. താടിയലിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നല്ലോ വൈജ. എന്തായാലും അതൊരു പരിഹാരമായിട്ടുണ്ട്. അത്രയ്ക്ക് നല്ലൊരു അടിയായിരുന്നു നമ്മുടെ ബാലൻ കൊടുത്തത്. നീ എന്താണ് വിചാരിച്ചത്? ഈ കാണുന്ന ആഹാരത്തിന് വേണ്ടി എത്ര പേര് അലയുന്നുണ്ടെന്ന് നിനക്കറിയോടി? നിനക്ക് അതിൻ്റെ വില അറിയില്ല. കാരണം നീ സമ്പാദിക്കുന്നതെല്ലാം നീ കെട്ടിപ്പൂട്ടി വെക്കുകയാണല്ലോ. ഈ വീടിന് വേണ്ടി കഷ്ടപ്പെടുന്നവൻ ഞാനാ. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണമാണിത്.
ഈ ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ ഇപ്പോഴും തെണ്ടി നടക്കുക, ഭിക്ഷക്കാരായിട്ട് നടപ്പുണ്ട്. കൊച്ചു കുട്ടികൾക്ക് പോലും ഇതില്ലാതെ എത്ര പേര് മരിച്ചു വീഴുന്നുണ്ടെന്ന് നിനക്കറിയോടി? എന്നിട്ട് അതിൻ്റെ തുള്ളി വിലയെങ്കിലും നീ കാണിക്കുന്നുണ്ട് അഹങ്കാരി എന്ന് ചോദിച്ചുകൊണ്ട് വൈജയുടെ നേരെ തട്ടിക്കയറാണ്. വൈജ ഒന്നും മിണ്ടാതെ നിൽക്കാതിരിക്കും കേട്ടോ. അപ്പോഴേക്കും അലീന, അച്ഛ ഇങ്ങോട്ട് വാ അച്ഛ, അച്ഛ എന്തായി കാണിക്കുന്നേ? കൃഷ്ണൻ ബബിത എല്ലാം വന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോവാണ്. നിന്നെ കാണിച്ചു തരാടി, നീ ഇനി ഇവിടെ അധികകാലം ഉണ്ടാവില്ല. നീ ആരെന്നാണ് നിന്റെ വിചാരം? കെട്ടിലമ്മ ചമഞ്ഞ് അവൾ നിൽക്കാം. നിന്റെ പഴയകാല ചരിത്രമെല്ലാം ഇവിടെ എല്ലാവർക്കും അറിയാടി എന്നൊക്കെ വിളിച്ചു പോയിക്കൊണ്ടാണ് കേട്ടോ ബാലേന്ദ്രൻ പുറകോട്ട് പോണത്. ഇതെല്ലാം കേട്ട് സ്തബ്ധയായി നിൽക്കാതിരിക്കും വൈജ പറയുന്നുണ്ട്, ഇനിയൊരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല. എന്നെ നിങ്ങൾ തല്ലിയല്ലേ, ഞാൻ കോടതിയിലേക്ക് പോവാം. ഗാർഹിക പീഡനത്തിന് ഞാൻ നിങ്ങളുടെ പേര് കേസ് കൊടുക്കും. എന്നിട്ട് ഞാൻ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറിയിട്ട് അവളുടെ ലഗേജെല്ലാം പാക്ക് ചെയ്യാണ്. അങ്ങനെ ആ നിമിഷം തന്നെ അവള് കതക് തുറന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. ദേ, ഈ നാശം പിടിച്ചവർക്ക് വേണ്ടി നിങ്ങളെല്ലാം തല്ലിയില്ലേ എന്ന് ചോദിക്കുമ്പം ഇവയ്ക്ക് വേണ്ടിയല്ല, ആ ഭക്ഷണത്തിന് വേണ്ടിയാണ് ഞാൻ തല്ലിയത് എന്ന് പറയുമ്പം എന്തൊക്കെയാണല്ലോ നിങ്ങൾ എന്നെ അടിച്ചില്ലേ? എൻ്റെ താടിയലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിപ്പോൾ ഇളക്ക തട്ടി കാണും. അങ്ങനെയാണെങ്കിൽ അതും പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കും. തന്നെ ഞാൻ അഴി എണ്ണിക്കൂടോ എന്ന് പറയാണ്. നീ എന്താ വച്ച് ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ലടി എന്ന് പറയുന്നുണ്ട്. ഞാൻ രണ്ടുപേർക്കും കൂടി ഇവിടെ സുഖിക്കാമല്ലോ, ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ ഇഷ്ടം പോലെ ആകാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജ അവിടുന്ന് ദേഷ്യപ്പെട്ടിറങ്ങുമ്പോൾ നിന്നെപ്പോലെയാണ് എല്ലാവരും നീ കരുതിയോടി. നിന്റെ പഴയ കാലമൊക്കെ എല്ലാവർക്കും അറിയാം. നിന്നെപ്പോലെ എല്ലാവരും പിഴച്ചിടക്കല്ലടി എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അവിടുന്ന് അലറി വിളിച്ച് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ വൈജ ഒരു നിമിഷം സ്റ്റക്കായി അവിടെ നിൽക്കുകയാണ്. നിന്നെ പഴയകാലം എല്ലാവർക്കും അറിയാം, നിന്നെപ്പോലെ പിഴച്ചിടക്കല്ല എന്ന് പറഞ്ഞല്ലോ. അത് കേട്ട് വൈജ ഒന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കാണ്. എന്താടി നോക്കുന്നത്? ആർക്കൊന്നും അറിയില്ല നീ കരുതിയോടി എന്ന് ചോദിക്കാണ്. വൈജ ഒന്നും മിണ്ടാതെ അവിടുന്ന് അപ്പോൾ തന്നെ ഡോറും വലിച്ചു തുറന്ന് വലിച്ചടിച്ച് അവിടുന്ന് ഇറങ്ങുന്നുണ്ട്. അവളുടെ ഫോണിൽ നിന്ന് അപ്പോൾ തന്നെ ഒരു ടാക്സി വിളിക്കാണ്. ആ ടാക്സിയിൽ കയറി അപ്പോൾ തന്നെ അവൾ അവിടുന്ന് കൊല്ലപ്പള്ളിയിലേക്ക് പോവാണ്. അങ്ങനെ കൊല്ലപ്പള്ളിയിലേക്ക് ചെന്ന് കയറുന്നുണ്ട്. അച്ഛാ, എന്തൊക്കെയാ അച്ഛാ ഈ കാണിച്ചു കൂട്ടുന്നേ? എന്തിനാ അമ്മയെ തല്ലിയത്? മേഡത്തിനെ തല്ലിയത്? മേഡത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയല്ലേ, എന്തെങ്കിലും സംഭവിച്ചു പോയാലോ? അവൾക്ക് എന്ത് സംഭവിക്കാനാ? അവൾക്കൊന്നും സംഭവിക്കില്ല. അവൾക്ക് അത്രയ്ക്ക് തൊലിക്കട്ടിയല്ലേ അഹങ്കാരി. ആ ഭക്ഷണം അവൾ എറിഞ്ഞത് കണ്ടില്ലേ? ഈ കൃഷ്ണമ്മളും ബബിതയും പോയി അവളെ ചോറിനാ വിളിച്ചതല്ലേ? അവൾ മരുന്ന് കഴിക്കണോണ്ടല്ലേ എല്ലാവരും പോയി വിളിക്കുന്നത്? നീയും പോയി വിളിച്ചില്ലേ? നീ ഇത്രയൊക്കെ അവഗണന സഹിച്ചിട്ടും നീ പോയി എന്തുകൊണ്ടാണ് വിളിച്ചത്? അവൾ ആഹാരം കഴിക്കണം, ഗുളിക കഴിക്കുന്നതാണെന്ന് ഓർത്തിട്ടല്ലേ? ആ ആഹാരം ഒരു മര്യാദ ഇല്ലാതെ അവൾ തട്ടിത്തെറിപ്പിച്ചില്ലേ? പിന്നെ അവളെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ അടി ഞാൻ പണ്ടേ അവൾക്ക് കൊടുക്കേണ്ടതായിരുന്നു എന്നിങ്ങനെ പറയാണ്. അങ്ങനെ എല്ലാവരും ആകെപ്പാടെ മൂകമായിട്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് കൊല്ലപ്പള്ളിയിലേക്ക് ചെന്ന് വണ്ടി കയറി വരുമ്പോഴേക്കും മനുവുണ്ട് കമലയാണ് കേട്ടോ അവിടെ. ആരെ ഈ രാത്രിക്ക് വരുന്നതെന്ന് കമല ഓർക്കാണ്. വണ്ടിയിൽ വന്ന് ലഗേജുമായിട്ട് വൈജി ഇറങ്ങുന്നത് കണ്ട് കമലയും അതുപോലെ തന്നെ മനുവും ഞെട്ടിപ്പോവാണ്. കാരണം ഇന്നാണല്ലോ അങ്ങോട്ടേക്ക് അലമുണ്ടാക്കി പോയത്. മനു പറയുന്നുണ്ട്, ആ എത്തിയല്ലോ, ഇന്ന് അങ്ങോട്ടേക്ക് അലമുണ്ടാക്കി പോയതേ ഉള്ളൂ, അതിനു മുന്നേ ഇങ്ങോട്ട് ഇങ്ങനെ തിരിച്ചുവരവുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. വണ്ടിക്ക് കൂലിയെല്ലാം കൊടുത്തതിന് ശേഷം വൈജ അകത്തേക്ക് ആ പെട്ടിയും വലിച്ചുകൊണ്ട് കയറി വരുന്നുണ്ട്. എന്താ വൈജെ, എന്താ പറ്റിയത്? നീ എന്താ രാത്രിക്ക് കയറി വന്നത് എന്ന് ചോദിക്കാണ്. ഞാൻ എന്ത് പറയാനാ? എല്ലാവരും എന്നെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു. വേണ്ട വേണ്ട എന്ന് ഞാൻ 100 ആവർത്തി പറഞ്ഞതാ. അവസാനം എല്ലാവരും മുമ്പിൽ വെച്ച് ആക്ഷൻ കാണിക്കാനായിട്ട് അവൾ വന്നു. അലീന ചോറും പൊക്കി പിടിച്ചുകൊണ്ട് എൻ്റെ ദേഷ്യത്തിന് ഞാൻ തട്ടിക്കളയാൻ ചെയ്തു. അപ്പോഴേക്കും മനു പറയാണ്, എന്തൊക്കെ സംഭവിച്ചാലും ആഹാരം അങ്ങനെ തട്ടിക്കളയാൻ പാടണോ ആൻറ്റി? എടാ, ഞാൻ അങ്ങനെ ചെയ്തു, അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാനാ തോന്നിയത്. അതിനുണ്ടല്ലോ അങ്ങേര്, ആ ദുഷ്ടൻ, അയാളിനെ അടിച്ചു എന്ന് പറയാണ്. ആര്? ആങ്കിളോ? അതെ, നിന്റെ ആങ്കിള്. അയാളിനെ തല്ലി. ആർക്ക് വേണ്ടി അറിയോ? ആ അലീനയ്ക്ക് വേണ്ടി. അവളുടെ മുമ്പിൽ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ കാണിച്ചു കൂട്ടിയ പരിപാടിയാ. സ്വന്തം ഭാര്യ തല്ലിക്കൊണ്ടാ അയാൾ കഴിവ് തെളിയിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്.
അല്ലേ ആൻറ്റി എന്നിട്ട് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് എന്താടാ? ഇത് എൻ്റെ കൂടി വീടല്ലേ? ഇതേ തറവാട് വീടാ, എനിക്കൂടെ അവകാശപ്പെട്ട വീടാ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്കല്ലാതെ വേറെ എങ്ങോട്ടാ വരേണ്ടത്? അങ്ങനല്ലേ ആൻറ്റി ചോദിച്ചത്? പാതിരാത്രി സമയമല്ലേ, എന്തിനാ ഇങ്ങനെ വന്നതെന്നാണ് ചോദിച്ചത്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോവാണ്. ഇനി ഒരിക്കലും ഞാൻ അങ്ങോട്ടേക്കില്ല, നാളെ തന്നെ ഞാൻ എൻ്റെ വാടക വീട്ടിലേക്ക് പോകും എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് ദേഷ്യപ്പെട്ട് കയറി പോവാണ്. മനു പറയുന്നുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടും ആരുടെ അടുത്ത് ഒരു കാര്യമില്ല. ആങ്ങളമാർ വന്നിട്ടും ഇനി പ്രയോജനമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. എടാ, അവളുടെ താടിയിലിട്ട് അയാൾ അടിച്ചിരിക്കുന്നേ, അതിൽ ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ, ഇവളുകൊണ്ടേ കേസ് കൊടുത്താലേ ബാലിനകത്ത് പോകും എന്ന് പറയുമ്പം അതൊക്കെ പണ്ടത്തെ നിയമമല്ലേ അമ്മേ, അതൊന്നും നടക്കാൻ പോണില്ല. ആര് പറഞ്ഞുടാ? ഇപ്പം സ്ത്രീകൾ പറഞ്ഞ നിയമം, സ്ത്രീ വീടിനുണ്ടെന്ന് പറഞ്ഞാലേ അപ്പം തൂക്കി അകത്തിടും. അമ്മേ, അതിനിപ്പോഴേ കൃത്യമായി തെളിവ് വേണം, അല്ല ഒന്നും ആരും അകത്ത് പിടിച്ചിടാൻ സാധിക്കില്ല. തെളിവുണ്ടല്ലോ, അവളുടെ മക്കളെല്ലാം കണ്ടതല്ലേ അയാൾ അടിക്കുന്നത് എന്ന് ചോദിക്കാണ്. ആൻറ്റി എന്തെങ്കിലും ചെയ്യാണല്ലേ, അതിൻ്റെ ബാക്കി നോക്കാനും അങ്കിളിനറിയാം എന്ന് മനു പറയുന്നുണ്ട്. മുത്തശ്ശിയുടെ മുറിലേക്ക് പെട്ടി കിടക്കേക്കായിട്ട് ചെല്ലുമ്പം മുത്തശ്ശി ചോദിക്കുകയാണ്, വൈജ് നീയോ? നീ എന്താ പെട്ടിയൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക്? ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോന്നു, ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല. എവിടെ? നെടുമ്പുരക്കൽ വീട്ടിൽ നിന്ന് നീ ഇറങ്ങി വന്നോ? അതെ, ഞാനിനി ആ കാലിൻ്റെ കൂടെ ഒരിക്കലും ജീവിക്കില്ല. അയാളുടെ മുഖം പോലും കാണുന്നത് എനിക്കിപ്പോൾ വെറുപ്പാ എന്നൊക്കെ പറയുമ്പം, എന്താ വൈജ് നീ പറഞ്ഞത്? അത് ബാലനല്ലേ, നിന്റെ ഭർത്താവല്ലേ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ ഭർത്താവ് അവൾക്ക് വേണ്ടി ഇന്ന് അവളുടെ മുമ്പിൽ വെച്ച്, എൻ്റെ മക്കളുടെ മുമ്പിൽ വെച്ച് അയാളിനെ തല്ലി. എൻ്റെ താടികളിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാണെന്ന് അമ്മയ്ക്ക് അറിയാലോ. അമ്മ ഈ പാട് കണ്ടോ? അയാളെന്നെ തല്ലിയതാ എന്ന് പറയുമ്പം, ബാലനോ? ബാലൻ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. അമ്മേ, ഞാനതല്ലേ പറഞ്ഞത്, പണ്ട് നിങ്ങളെ കണ്ട ബാലനൊന്നും അല്ല അത്. അയാൾക്കിപ്പോൾ ഒരുപാട് മാറ്റമായി. അലിനെ വന്നേ പിന്നെ അയാൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ ഒരു മടിയില്ല. എന്നെ കൊല്ലാൻ പോലും അയാൾ മടിക്കില്ല. അയാൾക്ക് എപ്പോഴും അലിന് മുമ്പിൽ അയാൾ ഭയങ്കര സ്റ്റാറായി നിൽക്കണം, അത് മാത്രമേ അയാൾക്ക് ആഗ്രഹമുള്ളൂ. അതിനുവേണ്ടി അയാൾ എന്ത് ചെയ്യും? അമ്മ ഇത് കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിന് മാത്രം എന്താടി ഉണ്ടായത് എന്ന് ചോദിക്കുമ്പം അവൾ നടന്ന സംഭവങ്ങളെല്ലാം പറയാണ്. നീ ആ ചോറങ്ങനെ കളഞ്ഞത് എന്തായാലും ശരിയായില്ല, അതുകൊണ്ടല്ലേ അവൻ അടിച്ചത്. ഓഹോ, അമ്മയപ്പം അങ്ങനെ പറയാണോ? ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ്, സമ്മതിച്ചു എന്നും പറഞ്ഞ് എൻ്റെ ദേഹത്ത് ഉപദ്രവിക്കാൻ അയാൾക്ക് എന്താ അവകാശമുള്ളത് എന്ന് ചോദിക്കാൻ കേട്ടോ. എന്തായാലും ഞാൻ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ പോവാ. ഇത്രയും നാളും ഞാനിത് വേണ്ടെന്ന് ചിരിക്കായിരുന്നു, ഇനിയിപ്പോൾ അതില്ല. ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ പോവാ. നാളെ തന്നെ ഞാൻ എൻ്റെ വാടക വീട്ടിലേക്ക് മാറും എന്ന് പറയുന്നുണ്ട്. വൈജയ്, നീയെ ഗംഗേട്ടനും അതുപോലെ തന്നെ ശിവനും രാജീവനും ഒക്കെ ആയിട്ട് ഒന്ന് ആലോചിച്ചിട്ട് മാത്രം. ഒന്നും ആലോചിക്കാനില്ല. അവരോട് വിളിച്ച് ആലോചിച്ചാലേ അവരപ്പം തന്നെ എന്നെയും കൊണ്ട് നേരെ അയാളുടെ വീട്ടിലേക്ക് പോകും. അവിടെ പോയി മാപ്പ് പറഞ്ഞ് എന്നെ കൊണ്ടാക്കിയിട്ടും വരും. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാനേ കൈതിക്കൽ മാളിക വീട്ടിലെ കുഞ്ഞിരാമൻ്റെ മകളാ. എനിക്കുണ്ട് അന്തസ്സും അഭിമാനവും ഒക്കെ. അങ്ങനെ ആ നാണംകെട്ടവളുടെ മുമ്പിൽ പോയി നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല അയാളുടെ. അതുകൊണ്ട് ഞാൻ ഇനി തിരിച്ചു പോവില്ല എന്നും പറഞ്ഞ് വാശിയും പിടിച്ച് മുറിയിലേക്ക് പോവാണ്. മനു അപ്പം മുത്തശ്ശിയുടെ മുറിയിലേക്ക് വരുന്നുണ്ട്. എന്താടാ അവൾ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നേ? എങ്കിലും ബാലൻ അവളെ അടിക്കാൻ പാടില്ലായിരുന്നു. അതാ മുത്തശ്ശി പറഞ്ഞ ശരിയാ, അങ്ങളെ അടിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ കയ്യിലിരിപ്പിന് അടി ഏറന്നു മെടിക്കുന്ന സ്വഭാവമാ മുത്തശ്ശിയുടെ മോക്ക്. പിന്നെ എന്ത് ചെയ്യാനാ? അവൾ ഡിവോഴ്സിന് പോകും, നാളെ വാടക വീട്ടിലേക്ക് പോകുന്നൊക്കെയാ പറയുന്നേ. പോട്ടെ മുത്തശ്ശി, ബാക്കി കാര്യം നോക്കാൻ നമുക്കറിയാലോ. എന്തായാലും നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇല്ലേ, പിന്നെ അങ്കിളും ഇല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു വഴി നമുക്ക് ഉണ്ടാക്കാം. മുത്തശ്ശി ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചൊരു സാധനമാണ് മുത്തശ്ശിയുടെ മോള്. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഒരു വീണ്ടും വിചാരവും ഇല്ല, എല്ലാത്തിലും എടുത്തിയാട്ടം മാത്രം. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ബാക്കി എല്ലാ കുട്ടികളും കൂടി ഇരുന്ന് അച്ഛനും കൂടി ഇരുന്നപ്പോൾ അമ്മ കൂടി ഇരുന്ന് ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞത് ഇത്രയ്ക്കുള്ള തെറ്റാണോ മുത്തശ്ശി എന്ന് ചോദിക്കുകയാണ്. കഴിക്കാൻ വരാത്തതുകൊണ്ട് ഗുളിക കഴിക്കേണ്ടതല്ലേ എന്ന് ഓർത്തുകൊണ്ടാ അലീന അത് കൊണ്ടു കൊടുക്കാൻ പോയത്. അപ്പോൾ തട്ടിത്തെറിപ്പിച്ചത് ശരിയാണോ? എൻ്റെ മുമ്പിൽ വെച്ച ചായ വരെ തട്ടിത്തെറിപ്പിച്ചത് രാവിലെ. എന്നിട്ടും അങ്കിള് ഒന്നും പറഞ്ഞില്ല. വീണ്ടും കാണിച്ചപ്പോഴല്ലേ അങ്കിള് ബഹളം ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് മനുവും മുത്തശ്ശിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വൈജ ആകെപ്പാടെ കലിപ്പിച്ച് അവളുടെ മുറിയിൽ ഇങ്ങനെ പോയിട്ട് ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയായിരിക്കും കേട്ടോ. ഇതേ സമയത്ത് അലീന വിളിച്ചിട്ട് ഗംഗേട്ടനോടും ശിവനോടും ഒക്കെ കാര്യങ്ങൾ പറയാണ്. ഇതുപോലെ ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്നുള്ള കാര്യം.
അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, ഇവളുടെ പിന്നാലെ നടന്ന് ഞങ്ങൾ മടുത്തു. ഞങ്ങൾ കുറേ കാലമായി ഇവക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ നടക്കാൻ തുടങ്ങിയിട്ട്. അവളുടെ ജീവിതവും അവളുടെ ലൈഫിനും വേണ്ടി അവൾ സാക്രിഫൈസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? എടുത്തിയാട്ടം ഒന്നിനൊരു പരിഹാരമല്ല എന്ന് അവളോട് കഴിഞ്ഞ തവണ കൂടി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയതാ. സ്വന്തം ഭർത്താവിൻ്റെയും മക്കളുടെയും കൂടെ ജീവിക്കാനായിട്ട് കൊണ്ടാക്കിയിട്ട് വന്നതല്ലേ. അവൾക്ക് എന്നിട്ട് മനസ്സിലാവില്ലെങ്കിൽ പിന്നെ ഞങ്ങളത് ഉപേക്ഷിച്ചു. ഇനി എന്താ വെച്ചാൽ അവൾ കാണിക്കട്ടെ മോളെ. ഞാനിനി ഒന്നിനും ഇല്ല. കണ്ടിട്ടും പഠിക്കാത്തവൻ കൊണ്ടാലേ പഠിക്കുള്ളെന്ന് ഒരു നിയമമുണ്ടല്ലോ. അതായിരിക്കും ഇനി അവൾക്ക് വേണ്ടി വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവൾ എന്തെങ്കിലും കാണിക്കട്ടെ. മോളകത്ത് ടെൻഷൻ അടിക്കണ്ട. അവൾ ഡിവോഴ്സിന് പോവോ വേറെ മാറി താമസിക്കുവോ എന്താച്ചാ കാണിക്കട്ടെ. ഈ കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ ഇനി ആരും വിളിക്കണ്ട എന്ന് ഗംഗേട്ടൻ പറയാണ്. അവളുടെ ഒരു കാര്യം എനിക്കറിയവേ വേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗംഗേട്ടൻ നീ വിഷമിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കെട്ടേക്കാണ്. ശിവനും ഇത് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അവൾ പോവാണെങ്കിൽ പോട്ടെ, ഇനിയിപ്പോൾ ആരും അവളുടെ കാര്യം മൈൻഡ് ചെയ്യണ്ട, എവിടെയെങ്കിലും പോയി താമസിക്കട്ടെ, താമസിച്ച് കൊതി തീരുമ്പം തിരിച്ചു വന്നോളും എന്ന് തന്നെ പറയാണ്. മനുവും വിളി സംസാരിക്കുമ്പോഴും എല്ലാവർക്കും ഇത് അഭിപ്രായം തന്നെയാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ വൈജ താമസം മാറി വാടക വീട്ടിലേക്ക് പോണത്. അതുപോലെ തന്നെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെയൊക്കെ ബാക്കി സ്റ്റോറീസൊക്കെ വരാനുണ്ട്. അതെല്ലാം നമ്മൾ വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുമേ. മിസ്സാവാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.